നമ്മളെ കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മളൊരു കിണറിൻ്റെ ആഴം ഒരു 10 കോലാണെന്ന് വിചാരിക്കുക. ഓക്കെ. 10 കോൽ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 7 മീറ്ററാണ് അതിൻ്റെ ആഴം വരിക. ആ സമയത്ത് നമ്മൾ തറ നനക്കുക, പ്ലാസ്റ്ററിങ് നനക്കുക, ഇതാണ് നമ്മൾ ആവശ്യം. ഓക്കെ. അവിടെ വരുന്ന ഹെഡ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 8 മീറ്ററാണ്. അവിടെ നമ്മൾ ഭാവിയും കൂടി കണ്ട് 2 നില വീടും കൂടി കണ്ടിട്ടാണ് ഒരു പമ്പ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. അവിടെ വരുന്ന ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് വരുന്ന ഒരു എററാണ് നമ്മളൊരു ഹെഡ് കൂടിയ പമ്പ് എടുക്കുക എന്നുള്ളത്. ഒരിക്കലും വളരെ ഹെഡ് കൂടിയൊരു പമ്പിന് ലോ ഹെഡിൽ വർക്ക് ചെയ്യാൻ പറ്റൂല. ഓ, അത് ശരി. വളരെ ചെറിയ കിണറും ജസ്റ്റ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ 8 മീറ്റർ ഹെഡ് ഉള്ളൂ. അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഹൈ ഹെഡ് പമ്പ് നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ബുഷിന് തേയ്മാനം വരും, കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നൊരു സാധനമാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വൈഡ് റേഞ്ച് ആപ്ലിക്കേഷൻ പമ്പുകൾ അല്ലെങ്കിൽ ചെറിയ ഹെഡിലും ഹൈ ഹെഡിലും വർക്ക് ചെയ്യുന്ന പമ്പുകൾ തന്നെ നോക്കിയെടുക്കുക. ഓക്കെ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ ബ്രാൻഡുകളിലും ഇല്ല. വൺ ഓഫ് ദ എക്സാമ്പിൾ ടോർമാക് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. അവർക്ക് 6 മീറ്റർ മുതൽ 34 മീറ്റർ വരെ ഹെഡൊക്കെ വർക്ക് ചെയ്യുന്ന മോഡലുകളുണ്ട്. ഒരു ബ്രാൻഡല്ല, ഒരുപാട് ബ്രാൻഡുകളിൽ ഇങ്ങനെ പമ്പുകളുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പമ്പ് കൊടുക്കുമ്പോൾ കഴിയുന്നതും കസ്റ്റമറെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. എപ്പോഴും പമ്പ് എടുക്കുമ്പം ലോ ഹെഡിലും ഹൈ ഹെഡിലും വർക്ക് ചെയ്യുന്ന പമ്പുകൾ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.